ഹലോ. അപ്പം നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോ നോക്കാം കേട്ടോ. ആത്മാവിനെ സംസ്കരിച്ചെടുത്ത് ജീവിത വിജയം നേടുക എന്നതാണ് നോമ്പിൻ്റെ പ്രഥമവും പ്രധാനവുമായ ലക്ഷ്യം. മനുഷ്യ ജീവിതത്തിൽ ഉണ്ടായേക്കാവുന്ന സ്വാഭാവികമായ പോരായ്മകൾ പരിഹരിക്കാനും വ്രതാനുഷ്ഠാനങ്ങളിലൂടെ നേടിയെടുക്കുന്ന ആത്മീയമായ പരിശീലനങ്ങളിലൂടെ ഇഹപര വിജയം നേടാനുമാണ് റമസാൻ മാസത്തിലൂടെ ഓരോ വിശ്വാസിയും താൽപ്പര്യപ്പെടുന്നത്. തഖ്വയാണ് നോമ്പിൻ്റെ അടിസ്ഥാന ലക്ഷ്യം. നിങ്ങൾ തഖ്വയുള്ളവരാകാൻ വേണ്ടിയാണ് നോമ്പ് നിശ്ചയിക്കപ്പെട്ടതെന്ന് ഖുർആൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അള്ളാഹു നിർദ്ദേശിച്ച അനുഷ്ഠാനങ്ങൾ പാലിക്കുകയും നിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് പൂർണ്ണമായും വിട്ടുനിൽക്കുകയും ചെയ്യുകയാണ് തഖ്വയുടെ ഉള്ളടക്കം. നോമ്പ് എനിക്കുള്ളതാണ്, അതിൻ്റെ പ്രതിഫലം നൽകുന്നതും ഞാനാണെന്ന് അള്ളാഹു പറയുന്നുണ്ട്. ഒരു ഹദീസിൽ വന്നിട്ടുണ്ട്. ഈ ഒരു ഹദീസ് നമ്മൾ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. നോമ്പ് എനിക്കുള്ളതാണ്, അതിൻ്റെ പ്രതിഫലം നൽകുക തന്നെ ചെയ്യും എന്നുള്ളൊരു ഹദീസിൻ്റെ ഒരു ചെറിയൊരു വ്യാഖ്യാനം നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. മറ്റു ആരാധനാ കർമ്മങ്ങൾക്കൊന്നും ഇല്ലാത്ത സവിശേഷത നോമ്പിനുണ്ട്. മറ്റു ആരാധനാ കർമ്മങ്ങൾക്കൊന്നും ഇല്ലാത്ത സവിശേഷത നോമ്പിന് നൽകപ്പെട്ടത് അത് അടിമയും ഉടമയും തമ്മിലുള്ള സ്വകാര്യമായ ഒരു കരാർ ആയതുകൊണ്ടാണ്. അതുകൊണ്ടാണ് നോമ്പുകാരൻ്റെ രണ്ട് സന്തോഷങ്ങളിൽ ഒന്ന് നാളെ സൃഷ്ടാവായ റബ്ബിനെ കണ്ടുമുട്ടുമ്പോഴുള്ള നേരമാണെന്ന് തിരുദൂതർ പ്രസ്താവിച്ചത്. നോമ്പിലൂടെ നേടിയെടുക്കുന്നതും ഒരു പ്രത്യേകമായ പുണ്യമുള്ള കാര്യമാണ്. നോമ്പ് അനുഷ്ഠിച്ചവർ അന്ത്യനാളിൽ അവരുടെ ഖബറുകളിൽ നിന്ന് പുറത്തു വരുമ്പോൾ നോമ്പിൻ്റെ പരിമളം കൊണ്ട് അവരെ വേർതിരിച്ചറിയാൻ പറ്റും.